ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മളിന്ന് സത്യം പറഞ്ഞാൽ നമ്മളിന്ന് കോളേജിനെ പറ്റി, കോളേജ് ഹോസ്റ്റലിനെ പറ്റി കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അതുപോലെ തന്നെ കോളേജിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നോർമലി ഒരു ഫുള്ളായിട്ട് ഞാൻ കോളേജിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മിക്കവാറും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതും എൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഞാൻ മിക്കവാറും പറയത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാട് എന്തോ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ചെറിയൊരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങളുടെ അവന്മാർ ഉണ്ട് ലാസ്റ്റ് എക്സാം കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാനിപ്പം തേർഡ് ഇയർ ആണ്. ഇപ്പം കഴിഞ്ഞില്ല, എക്സാം കഴിഞ്ഞ് എക്സ്റ്റുവിൻ്റെ എക്സാം കഴിഞ്ഞ് എൻ്റെ അഭിപ്രായം വെച്ച് കോളേജ് എന്ന് വെച്ചാൽ വൈബാണ്. കോളേജ് വൈബാണ്. പരിപാടി ഉള്ള സമയത്ത് പരിപാടി ഉണ്ട്, പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യണം. പിന്നെ ഫ്രീഡം ഉണ്ട്, നല്ല ഫ്രീഡം ഉണ്ട് എന്ന് വെച്ചാൽ വേറെ കോളേജിനെ പോലെ നല്ല ഫ്രീഡം ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം. പക്ഷേ നമ്മൾ ക്ലാസ് കയറിയില്ലെങ്കിൽ അറ്റൻഡൻസ് പോകും എന്നുള്ള ചെറിയൊരു സീൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു സീനും ഇല്ല. ക്ലാസ് കയറിയില്ലെങ്കിൽ പിന്നെ അറ്റൻഡൻസ് പോകും. എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് കട്ടാക്കാം? ക്ലാസ് നിങ്ങൾക്ക് കട്ടാക്കാൻ വേണമെങ്കിൽ കട്ടാക്കി എവിടെയും വേണം കറങ്ങാൻ പോകാം. കൊല്ലത്ത് എവിടെയെങ്കിലും പോകാം, എവിടെയും പോയില്ലേ, കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റലിൽ എവിടെയെങ്കിലും അതെ ലാസ്റ്റ് എവിടെ വേണമെങ്കിൽ കറങ്ങാൻ പോകും. പക്ഷേ അറ്റൻഡൻസ് വരുമ്പോൾ എക്സാം ടൈം വരുമ്പോൾ 75% അറ്റൻഡൻസ് വേണം, അല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പിന്നെയാണെങ്കിൽ എൻ്റെ വൈബ് എന്ന് വെച്ചാൽ എൻ്റെ വൈബുള്ള പിള്ളേർ എനിക്ക് ഇവിടെ കുറവാണെന്ന് തോന്നുന്നു നോർമലി. എന്ന് വെച്ചാൽ അവിടെ കുറേ പഠിക്കുന്ന പിള്ളേർ തന്നെ. നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ഉണ്ടായതിന്റെ മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചില്ലായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ എന്റർടൈൻമെന്റ് എന്താ കണ്ടില്ലയോ? ഇത് എന്റെ എന്റർടൈൻമെന്റ്. പക്ഷെ കോളേജിൽ എന്റർടൈൻമെന്റ് അല്ല എന്റെ എന്റർടൈൻമെന്റ്. എന്റെ എന്റർടൈൻമെന്റ് കുറിച്ച് വേറെ പറഞ്ഞു കൊടുക്ക്. ടോമിയാണ് ക്ലാസിന്റെ വൈബ്. എന്തൊക്കെയാ പറഞ്ഞു ചുമ്മാ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സംഭവം എനിക്കറിയത്തില്ല. ഞാൻ ക്ലാസ്സിൽ പോയിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നുണ്ട്, അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ ആവശ്യമുള്ള വ്ലോഗ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചില്ലായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങൾ പരിചയപ്പെട്ട് പോകുന്നുണ്ട്. എൻ്റെ അഭിപ്രായം വെച്ച് കോളേജ് വൈബാണ്. പിന്നെ ഒരു കാര്യം, യൂണിഫോം ഇല്ല കോളേജിൽ. യൂണിഫോം ഇല്ലാത്തതിന് ചെറിയൊരു കുഴപ്പമാണ്. വെച്ചാൽ എല്ലാ ദിവസവും ഓരോ കളർ സെറ്റ് കൊണ്ട് വരണേ, അതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. യൂണിഫോമിന്റെ ചെറിയ പ്രോബ്ലം. യൂണിഫോം ഇല്ലെങ്കിലും നല്ലതാ, ഉണ്ടായാലും രണ്ടിലും ഏതുണ്ടായാലും അവിടെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ. അതിൻ്റെ അത്ര ചില്ലുള്ളൂ. പിന്നെ കളർസ് ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോകാം. യൂണിഫോം അല്ലാത്തൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല, ഒന്നാമത്തെ കാര്യം. അങ്ങനെയുള്ള കുറച്ച് വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ എക്സാം കഴിഞ്ഞതിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ചാനലിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. നമുക്ക് അടിച്ചു പൊളിക്കാം. നമുക്ക് അടുത്ത പിള്ളേർ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നുണ്ട്. അവരായിട്ട് നമുക്ക് വ്ളോഗൊക്കെ വരുന്നുണ്ട്. കുറച്ച് വ്ളോഗൊക്കെ വരുന്നുണ്ട്. നമുക്ക് അവരുടെ എന്റർടൈൻമെന്റ് ചെയ്യാം. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി ആയിരിക്കണം, ഞാൻ കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്യണം, നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിരിക്കണം എന്നുള്ള ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ കോളേജ് വൈബാണ്, സെറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പഠിക്കുന്നവർക്ക് പഠിക്കാം, എന്റർടൈൻമെന്റ് ചെയ്യാൻ എന്റർടൈൻമെന്റ്. ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ തിരക്കാറൊന്നുമില്ല ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ ടീച്ചർമാരെ കുറിച്ചോ. എന്ന് വെച്ചാൽ ടീച്ചർമാർ കുറച്ച്, എൻ്റെ അഭിപ്രായത്തിൽ ടീച്ചർമാർ കുറച്ച് പാവങ്ങളെ കുറച്ച് പഠിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് വലുതായിട്ട് മനസ്സിലാവത്തില്ലെന്നുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ തന്നെ പഠിച്ചിട്ട് എക്സാം ഒക്കെ എഴുതുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കാര്യം കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഡിപ്പാർട്ട്മെന്റ് എനിക്കറിയത്തില്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഹോസ്റ്റലുണ്ട്, എ.ടി.എം ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണല്ലോ. പിന്നെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്നാമത്തെ കാര്യം. ക്ലാസ് തന്നെ കോളേജിൻ്റെ വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കോളേജ് വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയും കോളേജ് എങ്ങനെയാണെന്ന്, ഓരോ കാര്യങ്ങളൊക്കെ അറിയും. ഓക്കെ, അപ്പോൾ ബൈ.